6th സ്റ്റാൻഡേർഡിലെ 3rd ചാപ്റ്ററായ വ്യാപ്തം അഥവാ വോളിയം എന്ന ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് വോളിയം എന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടി മനസ്സിലാക്കാൻ പോകുന്നത്. പാഠഭാഗത്തിലേക്ക് പോകാം. കുട്ടികളെ, ഞാനിവിടെ ഒരു ചെറിയൊരു പെൻസിൽ, ഒരു മാർക്കർ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇതിൻ്റെ നീളം എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്കെയിൽ ഉപയോഗിച്ച് ഇതിൻ്റെ നീളം നമുക്ക് കണക്കാക്കാം, അല്ലേ? സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് നോക്കിയാൽ നമുക്കിത് എത്ര നീളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും, ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു സ്ക്വയർ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഇതിൻ്റെ വലിപ്പം എത്രയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ചെറിയൊരു സ്ക്വയർ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഇതിൻ്റെ വലിപ്പം ചോദിച്ചാൽ നമുക്ക് പറയാം. നീളവും വീതിയും നോക്കുക, എവിടെയും നീളവും വീതിയും ഏതാണ് കൂടുതലെന്ന് നോക്കി പരപ്പളവ് വെച്ചിട്ട് നമുക്കിതിൻ്റെ വലിപ്പം നമുക്ക് പറയാം, അല്ലേ? പരപ്പളവ് കണ്ടെത്തി ഏതിനാണ് പരപ്പളവ് കൂടുതലെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില വസ്തുക്കളുടെ വലിപ്പം നിർണ്ണയിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനത് ടെക്സ്റ്റ് ബുക്കിൽ 1-2 ചിത്രങ്ങളിലൂടെ കാണിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ചതുരക്കട്ട കണ്ടല്ലോ, ഇതാ ഇവിടെ ഒരു ചതുരക്കട്ടയുണ്ട്, ഇവിടെ ഒരു ചതുരക്കട്ടയുണ്ട്. ഇതിലേതാണ് വലുത് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് ഇത് ഏതാണ് വലുതെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഇതിൻ്റെ വലിപ്പം നിർണ്ണയിക്കാനൊരു മാർഗമുണ്ട്. അതെന്താണെന്ന് പറയാം. നമ്മൾ ആ തന്നിരിക്കുന്ന ചതുരക്കട്ടകളെ ചെറിയ ചെറിയ ചതുരക്കട്ടകളാക്കി നമ്മൾ മുറിച്ചു. അപ്പോൾ ഒരേ വലിപ്പമുള്ള ചതുരക്കട്ടകൾ ഏറ്റവും കൂടുതൽ എവിടെയാണോ വന്നിരിക്കുന്നത് അതാണ് വലുത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നെ നോക്കുക, എത്ര ചതുരക്കട്ടയുണ്ട്? 1, 2, 3, 4, താഴെ 5, 6, 7, 8, അതുപോലെ ഇവിടെ 9, 10, 11, 12, അതിന് താഴെ അതേപോലെ 4, അങ്ങനെ മൊത്തം 16 ചതുരക്കട്ടകൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിലോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, മുകളിൽ 16, അതുപോലെ താഴെ 16, അതിൻ്റെ താഴെയും 16, 16 ചതുരക്കട്ടകൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണം വീതമുള്ള മുകളിലൊരു ലെയർ, താഴെ ഒരു ലെയർ, അതിൻ്റെ താഴെ ഒരു ലെയർ. അപ്പോൾ 9 + 9 + 9 27 ചതുരക്കട്ടകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരേ വലിപ്പമുള്ള ചതുരക്കട്ടകളുടെ എണ്ണം വെച്ചിട്ട് നമുക്കിതിൻ്റെ വലിപ്പം പറയാം. അപ്പം ഇങ്ങനെ, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന മുഴുവൻ കട്ടകളുടെയും എണ്ണമാണ് നമുക്കിവിടെ ഇതിൻ്റെ വലിപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ ഒരു ചിത്രമുണ്ട്. ഈ ചതുരക്കട്ടയുടെ വലിപ്പം എന്ന് പറയുന്നത് ഒരേ വലിപ്പമുള്ള എത്ര ചതുരക്കട്ടകൾ അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. മുകളിൽ 15 ലെയർ, താഴെയും 15, 15, 15, 30. അപ്പോൾ ഇപ്പോൾ ഈ വലിയ ചതുരക്കട്ടയുടെ വലിപ്പം എന്ന് പറയുന്നത് 30 ചെറിയ കട്ടകളുടെ വലിപ്പത്തിന് തുല്യമാണല്ലോ. അപ്പോൾ എത്ര ചെറിയ ചതുരക്കട്ടകൾ ഉണ്ടായിരുന്നു? 30 എണ്ണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ, അതായത് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വെയിറ്റാണ് അവിടെ, അതിൻ്റെ തൂക്കമാണ് അവിടെ വരുന്നത്, അല്ലേ? ശരിയല്ല? ഇത്രയത്തിൻ്റെ തൂക്കം, വെയിറ്റിനെയാണ് നമ്മൾ ഇവിടെ ഈ ചതുരക്കട്ടയുടെ ആകെ വലിപ്പമായിട്ട് നമ്മൾ ഇവിടെ പരാമർശിച്ചത്. അപ്പോൾ അങ്ങനെ അളക്കുന്ന അളവിന് പറയുന്ന പേരാണ് വ്യാപ്തം അഥവാ വോളിയം. അപ്പോൾ വോളിയത്തിന് നമ്മൾ പറയുന്ന യൂണിറ്റ്, നമ്മൾ പരപ്പളവ് കണ്ടുപിടിക്കാൻ ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് പോലെ ഇവിടെ വ്യാപ്തം നിർണ്ണയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഘന സെൻറ്റിമീറ്റർ അഥവാ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചതുരക്കട്ടയുടെ വലിപ്പം 30 ക്യൂബിക് സെൻറ്റിമീറ്റർ, അതായത് എത്ര ഒരു സെൻറ്റിമീറ്റർ വീതിയും 1 സെൻറ്റിമീറ്റർ ഉയരവും 1 സെൻറ്റിമീറ്റർ നീളവുമുള്ള എത്ര ചതുരക്കട്ടകൾ വന്നു? 30. അതുകൊണ്ടാണ് 30 ഘന സെൻറ്റിമീറ്റർ എന്ന് നമ്മളതിനെ വിശേഷിപ്പിച്ചത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അതിൻ്റെ പാഠഭാഗത്തിലെ 1-2 ചോദ്യങ്ങളിലേക്ക് പോകാം. ഒറ്റയടിക്ക് തന്നെ ടീച്ചർ അതിൻ്റെ വ്യാപ്തം, അതായത് ഈ ചിത്രത്തിൻ്റെ വ്യാപ്തം എത്ര, ഈ ചിത്രത്തിൻ്റെ വ്യാപ്തം വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്ററായ സമചതുരക്കട്ടകൾ ചേർത്തുണ്ടാക്കിയ കുറേ ചതുരക്കട്ടകളുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഓരോന്നിൻ്റെയും വ്യാപ്തം കണക്കാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഇത് ഫുള്ള് നിങ്ങൾക്ക് ഉള്ളിലേക്ക് എണ്ണിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നോക്കാമേ. എത്ര ടോപ്പിൽ എത്ര ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ഏറ്റവും ടോപ്പിൽ 16 ഉണ്ട്. അതിൻ്റെ താഴെയും 16 ഉണ്ട്, അതിൻ്റെ താഴെയും 16 ഉണ്ട്, ഏറ്റവും താഴെയും 16. അങ്ങനെ 16 4 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണ്? 16 4 പ്രാവശ്യം ആഡ് ചെയ്ത് കഴിയുമ്പോൾ 64 എങ്ങനെ പറയണം? ഘന സെൻറ്റിമീറ്റർ എന്ന് പറയണം കേട്ടോ.
ഘന സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ 64 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇവിടെയാണെങ്കിലോ 1 2 3 4 ആകെ 4 ഏറ്റവും ടോപ്പിലുണ്ട്. വീണ്ടും അതിൻ്റെ താഴെ 4 ഉണ്ട്. വീണ്ടും അതിൻ്റെ താഴെ 4 ഉണ്ട്. അപ്പം 4 3s അല്ലെങ്കിൽ 4 4 8 4 12 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിതിൻ്റെ വലിപ്പം നിർണ്ണയിക്കുന്നത്. അടുത്തത് ഇവിടെ വലിപ്പം എന്ന് പറയുന്ന വാക്ക് ഒന്നുകൂടി ഓർത്തോളുക, വ്യാപ്തം അഥവാ വോളിയം. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇതിവിടെയുള്ള 1 സെൻറ്റിമീറ്റർ വീതിയും 1 സെൻറ്റിമീറ്റർ ഉയരവും 1 സെൻറ്റിമീറ്റർ നീളത്തിലുമുള്ള എത്ര ചതുരക്കട്ടകൾ ഉണ്ടെന്ന് കണക്കാക്കിയാൽ മതിയാവും. 1 2 3 4 5 6 7 8 9 10 11 12 12 എണ്ണം വന്നിട്ടുണ്ട്. എത്ര 12 ഉണ്ട്? താഴെ ഒരു 12, മുകളിലൊരു 12. അപ്പോൾ എന്താണ്? 12 ഗുണം 3 ചെയ്താൽ മതി. അല്ലെങ്കിൽ 12 പ്ലസ് 12 പ്ലസ് 12 അങ്ങനെ ചെയ്താലും മതിയാവും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. 12 പ്ലസ് 12 പ്ലസ് 12 എത്ര വരും? 36 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഈ വലിയ ചതുരക്കട്ടയുടെ വോളിയം അഥവാ വ്യാപ്തം. ഇതിലോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 എണ്ണം വീതമുള്ള എത്ര എണ്ണം ഉണ്ട്? താഴെ 14, അതിൻ്റെ താഴെയും 14 ഇൻറ്റു 3 12, ശിഷ്ടം 1 3 4 42 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇവിടെയോ 1 2 3 4 5 6 6 വീതമുള്ള 2 ലെയർ. അപ്പോൾ എത്ര വരും? 12 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ എല്ലാ അവസരങ്ങളിലും നമുക്കിത് എണ്ണിയെടുക്കുക എന്ന് പറയുന്ന ഒരു പോസിബിൾ ആണോ? അല്ലല്ലോ. അപ്പോൾ എണ്ണിയെടുക്കാതെ ഇതിനൊരു ഈസി വേ ഉണ്ട്, അതിലേക്ക് നമ്മൾ പോവാം കേട്ടോ. അതിലേക്ക് പോണതിന് മുന്നേ ഈ ചിത്രത്തിൽ തന്നെ ടീച്ചർ അതിൻ്റെ എളുപ്പമാർഗം പറയാം. നോക്കുക, ഇവിടെ താഴെ എത്ര ചതുരക്കട്ടകളുണ്ട്? 1 2 3 ആണല്ലോ. അപ്പം നമ്മൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ളതാണല്ലോ നീതി. അപ്പോൾ ഇതിന് 3 സെൻറ്റിമീറ്ററാണ് ഈ വീതി എന്ന് പറയുന്നത്. നീളമോ 1 2 3 4 4 സെൻറ്റിമീറ്ററാണ്. ഉയരമോ 1 2 3 ഇത് 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതാ നോക്കിക്കേ, 4 ഇൻറ്റു ഈ 3 ഇൻറ്റു ഈ 3 എത്രയാണ്? 4 3s are 12 12 3s are 36 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന ആശയത്തിന് ഒരു ഐഡിയ കിട്ടി. എന്താണ്? നീളവും വീതിയും ഉയരവും കൂടെ ഗുണിച്ചാൽ മതിയാവും അല്ലേ? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. കുറച്ചും കൂടി ഞാൻ ലളിതമാക്കി പറഞ്ഞുതരാം. ഇതൊരു ചതുരമാണല്ലോ. ചതുരത്തിന് ഞാൻ ഒരു 4 സെൻറ്റിമീറ്ററിനും ഇതിനൊരു 3 സെൻറ്റിമീറ്ററിനും കൊടുത്തു. അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? നീളം ഗുണം വീതിയാണല്ലോ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇനി നോക്കുക, ഈ ചതുരപ്പെട്ടിയെ ഞാൻ പെട്ടിയാക്കി മാറ്റി. ചതുരത്തിനെ നോക്കുക, ഇങ്ങനെ ഞാൻ ചതുരത്തിനെ ഒരു പെട്ടിയാക്കി മാറ്റി ഇങ്ങനെ. അപ്പോൾ ഇതാ ഈ ഉയരവും ഇത് നീളവും ഇത് വീതിയായിട്ടെടുത്ത് ഇതിനെ ടീച്ചർ ഉയരമാക്കി എടുത്തു. അപ്പോൾ ഇതിനകത്ത് ഈ 1 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള എത്ര ചതുരക്കട്ടകൾ അടുക്കാമെന്നായിരുന്നു ചോദ്യം എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മുകളിലേക്ക് 3 എണ്ണം വരണമല്ലോ. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാനൊരു 4 തന്നെ എടുത്തു എന്ന് വിചാരിക്കുക. 4. അപ്പോൾ ഇങ്ങോട്ടേക്കും 4 വരണം. 1 2 3 4. അപ്പോൾ മൊത്തം എത്ര ചതുരക്കട്ട വരുന്നു എന്നുള്ളതല്ലേ ഇതിൻ്റെ അകത്തെ എന്താണ് വോളിയത്തിൻ്റെ ആശയം, ശരിയല്ലേ? അപ്പം ഇത് നമ്മൾ എണ്ണിയെടുക്കുന്ന ഐഡിയ എന്ന് പറയുമ്പോൾ 1 2 3 4 ഈ 4 എണ്ണം ഇങ്ങനെ മുകളിലേക്കും ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത്? 3 ഗുണം 4 അതായത് ബേസ് ഏരിയ, ഈ താഴെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവ് നമ്മൾ കണ്ടുപിടിച്ചു. ഇൻറ്റു ഉയരവും കൂടെ ഗുണിക്കുന്നു. അപ്പം 12 4 48 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഈ ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം എന്ന് പറയുന്നത് അഥവാ വോളിയം. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്
ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് LBH. അതിൽ LB എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്താണെന്ന് നമുക്കറിയാം, ഏരിയ അല്ലേ, ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഏതൊരു വസ്തുവിൻ്റെയും നിങ്ങളുടെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരു വസ്തുവിൻ്റെയും വ്യാപ്തം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും കേട്ടോ. അതായത് തറയിൽ ഉറച്ചു നിൽക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ എന്താണോ അത് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു സമചതുരക്കട്ടയാണെന്ന് വിചാരിക്കുക. സമചതുരക്കട്ട നീളത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുക, ബേസിൻ്റെ ഏരിയയിൽ നീളം ഗുണം വീതി ചെയ്തിട്ട് ഇൻറ്റു യു ഹൈറ്റൂടെ ചെയ്താൽ മതിയോ? ക്ലിയർ അല്ലേ? അതേ ആശയം ഉപയോഗിച്ച് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് പേജ് നമ്പർ 40 ഈ 4 ചിത്രങ്ങൾ. ആദ്യത്തെ ചിത്രത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പം വോളിയം ഈക്വൽ ടു എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ലെങ്ത് എത്രയാണ്? 7 ഇൻറ്റു ബ്രെഡ്ത്ത് 4 ഇൻറ്റു ഹൈറ്റ് 1. 7 4s are 28 ഇൻറ്റു 1 28 തന്നെ, 28 സെൻറ്റിമീറ്റർ ക്യൂബ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. ഞാൻ പെൻസിലിൽ എഴുതുന്നത് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ടീച്ചർ ബുക്ക് വൃത്തികേടാവണ്ടല്ലോ എന്ന് ഓർത്ത് പെൻസിലിൽ എഴുതിയതായിട്ട്, വേണമെങ്കിൽ മാർക്കറിൽ തന്നെ എഴുതാം. ഇവിടെ നെക്സ്റ്റ് രണ്ടാമത്തതിൻ്റെ വോളിയം എന്ന് പറയുന്നത് വോളിയം ഈക്വൽ ടു ലെങ്ത് 6 ഇൻറ്റു വിഡ്ത്ത് 3 ഇൻറ്റു ഹൈറ്റ് 3 ആണ്. സോ 3 3s are 9, 6 9s are 54, അല്ലെങ്കിൽ 6 3 18 ഇൻറ്റു 3 54 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലെങ്ത് എന്ന് പറയുന്നത് 5 ആണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് 5 ആണ്, ഹൈറ്റ് എന്ന് പറയുന്നതും 5 ആണ്. 5 ഇൻറ്റു 5 ഇൻറ്റു 5 15 ആരും എഴുതരുത്. 5 ഇൻറ്റു 5 25, 25 ഇൻറ്റു 5 75 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഈ വലിയ ചതുരക്കട്ടയുടെ വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ വെയിറ്റ് എന്ന് തന്നെയാണ് കേട്ടോ അർത്ഥം. ഇതിൻ്റെ കനത്തിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. ഇനി ഇത് അല്ലെങ്കിൽ ഈ ചതുരപ്പെട്ടിക്കകത്ത് കൊള്ളുന്ന വസ്തുവിൻ്റെ അളവ് എത്രയാണോ അത്, അതിൻ്റെ തൂക്കം എന്നൊക്കെ നമുക്ക് വ്യാപ്തത്തിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം കേട്ടോ. ഇതിൻ്റെത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. വോളിയം 5 ഇൻറ്റു 4 ഇൻറ്റു 5, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. 5 4s are 20 ഇൻറ്റു 5 100 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ഇവിടെ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ കളറിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചതുരക്കട്ടയുടെ വ്യാപ്തം അതിൻ്റെ നീളം, വീതി, ഉയരം എന്നിവയുടെ ഗുണനഫലമാണ്. ദ വോളിയം ഓഫ് എ എന്താണ് ക്യൂബോയിഡ് ഈക്വൽ ടു എന്ന് പറയാം ദ പ്രോഡക്റ്റ് ഓഫ് ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഗുണനഫലം എന്നാണ് കേട്ടോ അർത്ഥം. നീളത്തിൻ്റെയും വീതിയുടെയും ഉയരത്തിൻ്റെയും കൂടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുണനഫലം കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ചതുരക്കട്ടയുടെ വ്യാപ്തം കിട്ടും. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു ഇഷ്ടികയ്ക്ക് 21 സെൻറ്റിമീറ്റർ നീളവും 15 സെൻറ്റിമീറ്റർ വീതിയും 7 സെൻറ്റിമീറ്റർ ഉയരവുമുണ്ട്. ഇതിൻ്റെ വ്യാപ്തം എത്രയാണ്? ലെങ്ത് എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്റർ and breadth is equal to 15 centimeter and height equal to 7 centimeter. Then volume equal to length into breadth into height, that is equal to 21 into 15 into 7. എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പം 21 into 15 എന്ന് പറയുമ്പം 315 into 7, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2205. നിങ്ങൾ ഈ യൂണിറ്റ് എഴുതാൻ മറക്കരുത്, സെൻറ്റിമീറ്റർ ക്യൂബ് കേട്ടോ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സമചതുരക്കട്ടയുടെ ഒരു വശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ വ്യാപ്തം എത്രയാണ്? ഒരു ഘന സെൻറ്റിമീറ്റർ ഇരുമ്പിൻ്റെ ഭാരം 8 ഗ്രാം ആണ് എങ്കിൽ ആ കട്ടയുടെ ആകെ ഭാരം എത്രയാണ്? ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഒരുപോലെയുള്ള ഒരു സമചതുര കട്ടയാണ് കേട്ടോ. ക്യൂബ് എന്ന് പറയാം. എല്ലാ വശവും ഒരുപോലെയായി നമ്മളതിനെ ക്യൂബ് എന്ന് വിളിക്കും. ഒരു ക്യൂബിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് എന്നിവ 8 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ വാട്ട് ഈസ് എ വോളിയം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഘന സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ആ ഇരുമ്പ് കട്ടയുടെ ഭാരം എന്ന് പറയുന്നത് 8 ഗ്രാം ആണെങ്കിൽ ആ കട്ടയുടെ ആകെ ഭാരം എത്ര? ലെങ്ത്ത് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്,
ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും 8 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഓൾ സൈഡ്സ് ഈക്വൽ ലെങ്ത് ആയിട്ട് വരുന്ന ഒരു ചതുരക്കട്ടയെ നമ്മൾ സമചതുരക്കട്ട അഥവാ ക്യൂബ് എന്ന് വിളിക്കും കേട്ടോ. ക്യൂബ് നമ്മൾ റൂബിക് ക്യൂബ് നിങ്ങൾക്ക് കളിച്ചിട്ടില്ലേ, പല കളറിലുള്ള സാധനം കളറാക്കി മാറ്റുന്നത്. അപ്പോൾ ആ റൂബിക് ക്യൂബ് എന്ന് പറയുന്ന വസ്തു അത് എല്ലാ വശങ്ങളും ഒരേ നീളമുള്ള, അപ്പോൾ അങ്ങനെയുള്ള ഈ ക്യൂബിൻ്റെ വോളിയം ഓഫ് എ ക്യൂബ് എന്ന് വേണേൽ എഴുതുന്നതിൽ തെറ്റില്ല കേട്ടോ. വോളിയം ഓഫ് എ ക്യൂബ് ഈക്വൽ ടു 3 പ്രാവശ്യം 8നെ 3 പ്രാവശ്യം ഗുണിക്കുന്നതിന് നമ്മൾ 8 × 8 × 8 8 ക്യൂബ് എന്ന് വിളിക്കാം കേട്ടോ. നിങ്ങൾ ക്യൂബ് എന്ന് പഠിക്കാറായില്ല എങ്കിൽ നമുക്ക് 8 ക്യൂബ് എന്ന് വിളിച്ചാൽ 8നെ 3 പ്രാവശ്യം ഗുണിക്കുക, അതൊന്ന് പഠിച്ചു വയ്ക്കുമോ. സോ 8 × 8 64, 64 × 8 എത്ര വരും, 512 സെൻറ്റിമീറ്റർ ക്യൂബ്. എനിക്കൊരു ഡൗട്ട്, 64 × 8 8 4 32 ശിഷ്ടം 3 6 8 8 48 3 53 കറക്റ്റ്. സോ 512 സെൻറ്റിമീറ്റർ ക്യൂബാണ് എന്ത് ഈ സമചതുരക്കട്ടയുടെ വോളിയം എന്ന് പറയുന്നത്. ഇനി എന്താ അവർ പറഞ്ഞിരിക്കുന്നത്, ഇതിനകത്ത് 1 ഘന സെൻറ്റിമീറ്റർ 8 മൊത്തം, അപ്പോൾ 1 ഘന സെൻറ്റിമീറ്റർ വലിപ്പം വരുന്ന ഒരു കട്ട ഇതിനകത്തുനിന്ന് എടുത്താൽ ആ കട്ടയുടെ വെയിറ്റ് 8 ഗ്രാം ആണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദിസ് ക്യൂബ്? ടോട്ടൽ വെയിറ്റ് ഓഫ് ദിസ് ക്യൂബ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, 8 × 512. ഓക്കെ, 512 × 8 16 9 40. സോ 4096 ഗ്രാം ആയിരിക്കും എന്ത് ഈ ഒരു സമചതുരക്കട്ടയുടെ ആകെ ഭാരം. ഓക്കെ.